ഇന്ന് പല മക്കൾക്കും മാതാക്കളുടെ ജീവിതം ഭ്രാന്ത. അതുകൊണ്ട് ചില ഉമ്മാരെ പറ്റിയിട്ട് മക്കൾ പറയാറില്ലേ, ഉമ്മക്ക് ഭ്രാന്ത, ഉമ്മാന്റെ വാക്ക് അവർക്ക് ഭ്രാന്ത, ഉമ്മാന്റെ സംസാരം അവർക്ക് ഭ്രാന്ത, മോനെ ഫോൺ അവിടെ വെക്ക്, മോനെ ആ കൂട്ടുബന്ധം ഒഴിവാക്ക്, മോളെ അങ്ങനെ ജീവിക്കല്ലേ, മോളെ ഇനി അത് ഇട്ടിട്ട് പോവല്ലേ, മോളെ ഇനി ഇത് ഇട്ടിട്ട് പോ എന്നൊക്കെ പറയുമ്പോൾ ചില മക്കൾ പറയും ഉമ്മക്ക് ഭ്രാന്തളകിയതാണ്. അതേ ഉമ്മാന്റെ വാക്കിനു വേണ്ടി നിങ്ങൾ കാത്തിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഉമ്മാന്റെ ശബ്ദം കേട്ടാൽ പ്രാണനെ പോലെ പുഞ്ചിരിച്ചൊരു കാലുണ്ടായിരുന്നു. മറ്റേതൊരുത്തനെടുത്താലും ഉമ്മാന്റെ ഒക്കത്തേക്ക് എത്തുമ്പോ മാത്രം ആ കുഞ്ഞി ചുണ്ടുകളെ കൊണ്ട് ഉമ്മാന്റെ ചുണ്ടുകൾ കടിച്ചു പറിച്ചൊരു കാലുണ്ടായിരുന്നു. ആ ഉമ്മാന്റെ ശബ്ദം കേട്ടുറങ്ങിയൊരു കാലുണ്ടായിരുന്നു. ആ ഉമ്മാന്റെ ശബ്ദത്തിനനുസരിച്ച് തുള്ളിയൊരു കാലുണ്ടായിരുന്നു. പക്ഷേ അവർ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ, നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട സമയമാകുമ്പോ വാപ്പയും ഉമ്മയും സംസാരിക്കുമ്പോ അത് വെറുപ്പായി കാണരുത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയേ മാതാപിതാക്കൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളൂ.